വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കവായി സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ നിന്ന് A4 ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം റെഫറൻസ് നോക്കിയിട്ട് കുറച്ച് പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. കളർ ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായി കട്ട് ചെയ്ത് കുറച്ച് വിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ നെയിം സ്റ്റിക്കറിൻ്റെ ബാക്കിലുള്ള ഈ പേപ്പർ എടുത്തതിന് ശേഷം സെലോ ടാപ്പ് കൊണ്ട് അതൊന്ന് നന്നായി കവർ ചെയ്തെടുക്കാം. ഒട്ടിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം, ചുളിഞ്ഞതായി പോവും, പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് നന്നായി ഒട്ടിച്ചതിന് ശേഷം നമ്മളുടെ പിക്ചേഴ്സ് ഉണ്ടല്ലോ, പിക്ചേഴ്സ് അതിൻ്റെ മേലെ വെച്ചതിന് ശേഷം സെലോ ടാപ്പ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് എടുക്കാം. അതിൻ്റെ മേലെ കൃത്യം ഒട്ടിക്കാൻ പറ്റണേ. അങ്ങനെ എല്ലാം ഒട്ടിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം വിട്ട് കട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് സെലോ ടാപ്പ് ഒട്ടണ്ടിട്ടാണ്. പിന്നെ അത് ഇതാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ബുക്കിൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് വർക്കാവുമോ നോക്കി നോക്കാം. ശേഷം കണ്ടോ, നന്നായി വരുന്നുണ്ട്. ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കവായി സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.